നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം കൂടിക്കാഴ്ചയിൽ വിഷയമാകും. വിഷ്ണുപ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ കുറച്ചു മുൻപാണ് ശശി തരൂരിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നത്. അമേരിക്ക ഇതുവരെ അപലപിച്ചിട്ടില്ല, അത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്, അത് ഖേദകരമാണെന്ന് ശശി തരൂർ പറയുന്നു. അപ്പോൾ ഈ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ആര്യ, ഇതിൽ അമേരിക്ക പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, തങ്ങളുടെ നിലപാട് ഇന്നലെ നടന്ന ഒരു ഫോൺ വഴിയുള്ള ബന്ധപ്പെടലിൽ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ബന്ധപ്പെടലിൽ അമേരിക്ക വ്യക്തമാക്കിയത് തങ്ങൾ ചുമത്തിയിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഹോർമൂസിന് സമീപത്തുള്ള നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് തന്നെയാണ്. അതായത് അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ പാലിക്കാത്ത പക്ഷം അതിൻ്റെതായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത്. അത് ഇന്ത്യക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല, മറ്റെല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യൻ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ്. എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് വ്യക്തമാവുകയാണ്. 17-ാം തീയതി, അതായത് ബുധനാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ക്കാണ് ഇരു ലോക നേതാക്കളും തമ്മിൽ കാണുന്നത്. 2025 ഫെബ്രുവരിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ കാണുമ്പോൾ ഇതിന് വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റ് പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട്. കാരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ ഉൾപ്പെടെ ചരക്ക് നീക്കത്തിൽ വലിയ തോതിൽ ബാധിച്ചിട്ടുള്ള ഇന്ത്യൻ സമൂഹം, അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ ആശങ്കയെല്ലാം രാജ്യം രേഖപ്പെടുത്തിയതിനെല്ലാം ശേഷം നടക്കുന്ന ഒരു കൂടിക്കാഴ്ച ആയതുകൊണ്ട് തന്നെ മുഖ്യ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയായിരിക്കും. അതിന്റെ ഭാഗമായി തന്നെ സ്വാഭാവികമായും ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിലെത്തുന്നത്. ആ G7 ഉച്ചകോടി വേദിയിൽ തന്നെയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്കും അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്കും വേദിയാകുന്നത്. ശരി.